ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ പോൺസിൻ്റെ സൺസ്ക്രീൻ റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ 1.5 വർഷത്തോളമായി. ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജോവീസിൻ്റെ സൺസ്ക്രീൻ ആയിരുന്നു. അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് കാണാവുന്നതാണ്. ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് തന്നത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ തീർന്നപ്പോൾ അവൻ എനിക്ക് ഒരാഴ്ച തേക്കാൻ വേണ്ടി തന്ന സൺസ്ക്രീനാണിത്. ഈ ഒരു സൺസ്ക്രീൻ ഒരു ആഴ്ചയോളം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയതുപോലെ ഫീൽ ചെയ്തു. പിന്നെ ഒരാഴ്ച കൊണ്ട് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടാൻ കാരണം മറ്റൊന്നും കൂടിയാണ്. കാരണം എല്ലാ ദിവസവും ഞാൻ നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരാഴ്ച ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചപ്പോൾ നല്ല മാറ്റം വന്നത്. ഡെയിലി സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനും ഗ്ലോയും ഒക്കെ ഉണ്ടാകും. അതിൻ്റെ കൂടെ നമ്മൾ സൺസ്ക്രീൻ കൂടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും. ചില ആൾക്കാർ ചില ക്രീമുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണം അവർ ഈ പറയുന്ന പോലെ സ്കിൻ കെയർ നോക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് ക്രീമുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം. അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊരു ക്രീമാണെങ്കിലും 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഡെയിലി സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഏത് ക്രീം തേച്ചാലും റിസൾട്ട് കിട്ടും. സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാർക്ക് അവരുടെ ഡാമേജ് ആയിട്ടുള്ള സ്കിന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് റിപ്പയർ ചെയ്ത് ക്ലിയർ ആയിട്ട് കിട്ടാൻ സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ക്രീമാണെങ്കിലും കുറഞ്ഞത് 3 മാസത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ SPF 50+ ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് യോജിക്കുന്ന സൺസ്ക്രീനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല സൂപ്പറായിട്ട് വരും. സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല, വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ SPF 50+ ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതിലേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം.